ഫസ്റ്റ് മൂവിയാണ് ഞാൻ കാണുന്നത്. സോ എനിക്ക് ആ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വന്നിട്ട് ഞാൻ കാണുമ്പോൾ ലൈക്ക് ഓക്കെ ഞാൻ പുറത്തെ ലോകത്തിലേക്ക് വന്നു. സോ താങ്ക് യു സർ. ഒരു അന്വേഷണത്തിലൂടെ കാരണം ഇതിൻ്റെ എൻഡിങ് എന്താണെന്ന് കാണാൻ, കാരണം നമ്മൾ കുറേ ഇങ്ങനെ ഈ ആളാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എൻഡിങ് കാണാനായിട്ട് ബിഗ് ബോസ് ഇൻട്രസ്റ്റ്. കാരണം ഒത്തിരി ക്രൈം ത്രില്ലർ നോക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ലാസ്റ്റ് വരെ 6 ഉണ്ടായി. അത് ഞങ്ങൾക്ക് ഭയങ്കര ഇൻവെസ്റ്റിഗേഷനിലെ ഏറ്റവും നല്ല സാധനം. ലാസ്റ്റ് വരെ 6 പ്രതികളും കാരണം ബിഗ് ബോസ് ഹൗസിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഫീൽ ചെയ്ത മൂവി. സോ ഇതൊന്നും നമുക്ക് എന്തുവരെ നോക്കാം. അപ്പോൾ എന്തായാലും ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റിംഗ് കൊടുക്കാൻ തീർച്ചയായിട്ടും എനിക്കൊരു ചോദ്യം. ശരണ്യ ബിഗ് ബോസിന് പോയപ്പോഴത്തേക്കും ഒരു ഗ്യാപ്പിൽ ഒറ്റയ്ക്ക് എപ്പോഴെങ്കിലും ഏതെങ്കിലും പടം കണ്ടിട്ടുണ്ടോ? seriously, this was our first movie. Netra, first favorite genre ആണ് crime thriller. ഫസ്റ്റ് ചോദിച്ചു ഇത്ര നല്ല ഉണ്ടായി. ഉള്ള ആക്ടേഴ്സ് ഒക്കെയാണ് ഡയറക്ഷൻ ഒക്കെ പിന്നെ സാജൻ ചേട്ടൻ എനിക്ക് പേഴ്സണലി അറിയാം. അപ്പോൾ അതോടെ ഇൻറ്റൻസ് ആക്ടിങ് ഒക്കെ ലാസ്റ്റ് വരെ യു കാൻ ജഡ്ജ് ഹു ഈസ് ദ കോൺസെപ്റ്റ്. ഞാൻ ബിഗ് ബോസിൽ പറഞ്ഞു കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. മൂവി കാണാൻ പോയത്, എനിക്ക് ഇഷ്ടമുള്ള ഫുഡുകൾ പലതുണ്ട്, അത് കഴിക്കാൻ പോയിട്ട് ട്രിപ്പ് എങ്ങും പോയത്, പാസ്പോർട്ടൊക്കെ ലോക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഒരു ചില്ലൗട്ട് ആയിരിക്കും എൻ്റെ നല്ല സിനിമയാണ്. മലയാള സിനിമയ്ക്ക് നല്ല സമയമാണ്. അപ്പോൾ ഇങ്ങനത്തെ നല്ല സിനിമകൾ ഉണ്ടാവുകയും അത് ലോകമെമ്പാടും ഡിസ്കസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത് ഇവിടെ കണ്ടന്റ് ഓറിയന്റഡ് സിനിമകൾ ഉണ്ടാവുന്നതുകൊണ്ടാണ്. അങ്ങനെ സിനിമകൾ ഉണ്ടാവാനുള്ളൊരു വലിയൊരു കാരണം ഇവിടുത്തെ ഓഡിയൻസ് കൂടിയാണ്. കുറച്ച് സെൻസിബിൾ ആയിട്ടുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഓഡിയൻസാണ് നമുക്ക് മലയാളത്തിലുള്ളത്. അപ്പോൾ അവർ നല്ല സിനിമകൾ കാണുകയും അത് അപ്രീഷിയേറ്റ് ചെയ്യുകയും അതിന് വേണ്ട രീതിയിൽ അവർ വിലയിരുത്തുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഫിലിം മേക്കേഴ്സിന് അങ്ങനെയുള്ള സിനിമകൾ കൂടുതൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ ഇത് നല്ലൊരു സിനിമയാണ്. ഇത് OTT-യിലും TV-യിലൊക്കെ വരുമ്പോൾ എല്ലാവരും കാണുകയും നല്ല അഭിപ്രായം പറയുകയും ചെയ്യും. പക്ഷേ ഇത് ഒരു ഡയറക്ടറുടെ ആദ്യത്തെ പടമാണ്. ഈ പടം ഇപ്പോൾ ആൾക്കാർ വന്ന് കണ്ടാൽ അത് ഈ പടം ഉണ്ടാക്കിയവർക്ക് വലിയൊരു പ്രോത്സാഹനമാകും. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുന്നവരൊക്കെ വന്ന് സിനിമ തിയേറ്ററിൽ തന്നെ കാണണം. ഒരിക്കലും ഒരു നഷ്ടമാവില്ല. ഒരു മോശം പടം എന്ന് ഒരിക്കലും ഒരു അഭിപ്രായം വരില്ല. നല്ല പടമാണ്, തിയേറ്ററിൽ വന്ന് കാണണം. നമുക്കൊരു ജിത്തു സാറിൻ്റെ സിനിമകളെല്ലാം തൊഴിൽ സിനിമകളാണ്. അതെ, അപ്പോൾ അതിലെല്ലാം അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്, അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആളാണ്. അപ്പോൾ ഈ സിനിമ കണ്ടപ്പോൾ എന്ത് തോന്നുന്നു? നല്ല എഴുത്താണ് സിനിമയുടെ, നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അത് കാരണം തന്നെ ഒരു സിനിമയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എൻ്റെ എഴുത്താണ്. അപ്പോൾ അനുഭവം നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. കം ഔട്ട് റിയലി വെൽ. കലാഭവൻ ഷാജോന്റെ ഏറ്റവും ചർച്ചയായ ഒരു സിനിമയായിരുന്നു ദൃശ്യം. പിന്നീട് ഇപ്പോൾ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് പെർഫോം ചെയ്യുന്നു. ഇൻഫാക്ട് ഈ സിനിമ സക്സസ്ഫുൾ ആകട്ടെ. അപ്പോൾ നമുക്ക് ഇനിയും ഡിറ്റക്റ്റീവ് രാമചന്ദ്രൻ്റെ ഒരുപാട് കുറ്റാന്വേഷണ കഥകൾ ഇനിയും കാണാൻ പറ്റും. അങ്ങനെ സംഭവിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്.